ഹായ് എവരി വൺ. അപ്പൊ ഇന്ന് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മളെ ഫോളോ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒട്ടുമിക്ക പേർക്കും ഞാനിപ്പോ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം അറിയാം. സോ ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ കോഴിക്കോട്. അപ്പൊ എങ്ങനെയാണ് അവിടെ ഇന്റേൺഷിപ്പ് നമുക്ക് കിട്ടുക, എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക, എന്തിനാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്, അങ്ങനെ കുറെ ഡൗട്ട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള വീഡിയോ ആണ് അതിൽ ഉണ്ടാവുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ എന്തൊരു ഡൗട്ട് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. മാക്സിമം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ വേണ്ടി പറ്റും. ഷെയ്ഡ്സ് ഓഫ് മൈൻഡ് എന്നാണ് പേര്. സോ ആരും മറക്കണ്ട. ഇറ്റ്സ് മീ അർച്ചന വേണുഗോപാൽ, MSc സൈക്കോളജി സ്റ്റുഡന്റ്. ദിസ് ഈസ് ഷെയ്ഡ്സ് ഓഫ് മൈൻഡ്. അപ്പൊ ഫസ്റ്റത്തെ ഒരു ക്വസ്റ്റ്യൻ, എന്തിനാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്? എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ലേൺ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യുന്നത്. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഒത്തിരി പേരുണ്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ആളുകളുടെ അഭിപ്രായങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്, അതായത് ഈ സൈക്കോളജി പഠിക്കുന്ന MSc BSc സൈക്കോളജികൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, MPhil എടുത്തിട്ടുള്ള PhD എടുത്തിട്ടുള്ള ഈ സൈക്കോളജി എടുക്കുന്ന എല്ലാ ആളുകളും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കില്ല സൈക്കോളജി എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേര് സൈക്കോളജി, ഒരു 4000-ലധികം സ്റ്റുഡൻസ് ഏകദേശം സൈക്കോളജി മൊത്തത്തിൽ പഠിച്ചിറങ്ങുന്നുണ്ടായിരിക്കും. അതിലെല്ലാ ആളുകളും സൈക്കോളജി ഫീൽഡിലേക്ക് തന്നെ പോയിക്കൊള്ളുന്ന യാതൊരു തരത്തിലും നിർബന്ധമില്ല. അതിന് കുറെ പേര് എന്താ പറയാ, മാരേജ് ബാക്കിയുള്ള പ്രോസസ്സിന്റെ ഒക്കെ ഭാഗമായിട്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകും. കുറച്ച് പേർക്ക് നല്ല സ്കില്ലുള്ള ആളുകൾ ഉണ്ടായിരിക്കും, ബാക്കി കുറച്ച് പേർക്ക് സ്കില്ല് ഇല്ലാത്ത ആളുകളായിരിക്കും. അങ്ങനെ സൈക്കോളജി കണ്ടിന്യൂ ചെയ്യുന്നത് കുറച്ച് ആളുകൾ മാത്രമായിരിക്കും ഈ ഫീൽഡിൽ നിലനിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്റേൺഷിപ്പിന്റെ പ്രധാന ഉദ്ദേശം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, നിങ്ങൾക്ക് ഏത് ഫീൽഡാണ് നിങ്ങൾക്ക് കൂടുതൽ വർക്ക് ആവുക, അല്ലെങ്കിൽ ഏത് ഫീൽഡിലാണ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്കൊരു ഐഡിയ, ഒരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ഇന്റേൺഷിപ്പുകൾ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഞാൻ ക്ലിനിക്കൽ സെറ്റിംഗ്സിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യുക. പൊതുവേ നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും മൈൻഡിലേക്കും ക്ലിനിക്കൽ സെറ്റിംഗ്സ് തന്നെയാണ് വരിക. പക്ഷെ അതല്ലാതെ ഓർഗനൈസേഷണൽ സൈക്കോളജിയിലും ഇൻഡസ്ട്രിയലിലും ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഏരിയയിലൊക്കെ നമുക്ക് ഇന്റേൺഷിപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇന്റേൺഷിപ്പുകൾ നമുക്ക് കിട്ടുക ഈ ക്ലിനിക്കൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെറ്റിംഗ്സുകളിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇന്റേൺഷിപ്പ് എന്തിനാ ചെയ്യണമെന്നുള്ളൊരു ധാരണ. ഇപ്പൊ ഞാൻ വന്നിട്ട് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ, എനിക്ക് ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ വർക്ക് ചെയ്യാൻ താല്പര്യം കുറവുള്ള ഒരാളാണ്. സോ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, എന്താണ് ഈ ക്ലിനിക്കൽ സെറ്റിംഗ്സ്, എങ്ങനെയായിരിക്കും ഇതിന്റെ സെറ്റപ്പ് വരുന്നത്, ആരൊക്കെ, നമുക്ക് എന്തൊക്കെ പരിപാടികളാണ് അതിനകത്ത് ചെയ്യാണ്ടാവുക, നമുക്ക് എന്തൊക്കെ പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും തുടങ്ങിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. ഞാൻ ഇതിനു മുന്നേ അതിന്റെ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്റേൺഷിപ്പ് ചെയ്യണത്. അതല്ലാതെ ക്ലിനിക്കൽ സെറ്റപ്പുകളിൽ ഞാൻ ഇതിനു മുന്നേ 2 ഇന്റേൺഷിപ്പുകളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലുള്ള ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ദെൻ എവിടെയാണ് ഇന്റേൺഷിപ്പ്, അതിനുള്ള ഉത്തരം ഞാൻ ഏകദേശം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫീൽഡാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഒക്കെ ആവാനാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് കൺസൾട്ടേഷൻ ആണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു ഗവൺമെന്റ് സെറ്റിംഗ്സിൽ, ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ലൈക്ക് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പോഷർ കിട്ടുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇതിപ്പോ ഞാൻ ഒത്തിരി പേര് എന്താ പറയാ പ്രൈവറ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ അഭിപ്രായം കൂടി അന്വേഷിച്ചറിഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഒരു 1 വീക്ക് ആയിട്ടാണ് ഞാൻ ഇവിടെ കോഴിക്കോട് മെന്റൽ ഹെൽത്ത് സെന്ററിൽ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എസ്പെഷ്യലി എനിക്ക് ഓൾറെഡി കേസ് ഹിസ്റ്ററി ഒക്കെ എടുത്ത് അല്ലെങ്കിൽ MSc ഒക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ട്. സോ എനിക്ക് ഈ ഹോസ്പിറ്റലിനകത്ത്, കോഴിക്കോട് ഹോസ്പിറ്റലിനകത്ത് എനിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എക്സ്പോഷർ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ എൻ്റെ ഒരു ബാച്ച് കോഴിക്കോട് നിന്ന് ഇറങ്ങുന്ന എല്ലാ സ്റ്റുഡൻസിനും ഒരേപോലെ എക്സ്പോഷർ കിട്ടിക്കൊള്ളുന്നില്ല. അതേപോലെ തന്നെ നാളെ വരുന്ന ബാച്ചിന് ചിലപ്പോൾ ഇതേ എക്സ്പോഷർ കിട്ടിക്കൊള്ളുന്നില്ല. അതൊക്കെ ഓരോ സാഹചര്യം, സന്ദർഭം, ഒക്കെ ഇതിനനുസരിച്ചിട്ട് നമ്മൾക്ക് കിട്ടുന്ന എക്സ്പോഷർ അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. സോ നിങ്ങൾ നന്നായി നോക്കി, പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ ചോദിച്ച് കണ്ട് മേടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ എല്ലായിടത്തും നമ്മളൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് ഇന്റേൺഷിപ്പ് ചെയ്യുക. അപ്പൊ 5,000 3,000 2,500
അങ്ങനെയൊക്കെ കൊടുത്തിട്ടായിരിക്കും ഇന്റേൺഷിപ്പ് ചെയ്യുക. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ മേടിക്കുക. അതായത് നമ്മൾക്ക് അത്യാവശ്യം നല്ല നോളജ് ഒക്കെ ഉള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ അയാളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക നല്ല രീതിയിൽ എന്നുള്ളതാണല്ലോ. അപ്പൊ നമുക്ക് നല്ലൊരു പ്രൊഫസറെ കിട്ടിയാൽ നമുക്ക് മാക്സിമം ആ ആളിൽ നിന്ന് എന്തൊക്കെ നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസിന് ഒട്ടും പുറകോട്ട് പോയിട്ട് നമ്മളത് സ്വീകരിക്കാതിരിക്കരുത്. ലൈക്ക് ഇപ്പൊ നമ്മളുടെ അടുത്ത് കേസ് ഹിസ്റ്ററി എടുക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. MSc എടുക്കാൻ റെഡിയാണോ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അസസ്മെന്റ് ചെയ്യാൻ റെഡിയാണോ ചോദിക്കുമ്പോൾ നമുക്ക് അതിനുള്ള കോൺഫിഡൻസ് ആണ് ആദ്യം വേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് എക്സ്പോഷർ കിട്ടുള്ളൂ. ഞാൻ പറയണം എനിക്ക് അസസ്മെന്റ് എടുക്കാൻ പേടിയാണ്, ഹിസ്റ്ററി എടുക്കാൻ എനിക്ക് പേടിയാണെന്ന് ഞാൻ പറഞ്ഞ് പിന്നോട്ട് നിന്നാൽ ഞാൻ എപ്പോഴും പിന്നോട്ടായി പോവുകയുള്ളൂ. നമുക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പ് എപ്പോഴും തരാം. അതിന് നമുക്ക് ഒരു തരത്തിലുള്ള മടിയും വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. അപ്പൊ സോ നിങ്ങൾ അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ദെൻ ഡിഫറെന്റ് ആയിട്ടുള്ള സെറ്റിംഗ്സിൽ നിങ്ങൾ ഇന്റേൺഷിപ്പുകൾ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അതാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഇനി ഞാൻ എന്താണ് മുന്നോട്ട് PG കഴിഞ്ഞാൽ ഞാൻ ഏത് ഏരിയയാണ് ഫോക്കസ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത്, അങ്ങനെ നമുക്ക് നമ്മുടെ ഒരു റൂട്ട് മാപ്പ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ദെൻ എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് സെറ്റിംഗ്സ്, അതായത് കേരളത്തിൽ മൊത്തത്തില് മൂന്ന് സെറ്റിംഗ്സ് ആണുള്ളത്. അതായത് ഒന്ന് ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ കോഴിക്കോട് കുതിരവട്ടം, രണ്ടാമത്തത് ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ തൃശ്ശൂര്, മൂന്നാമത്തത് ഗവൺമെന്റ് മെന്റൽ ഹെൽത്ത് സെന്റർ ട്രിവാൻഡ്രം ഉളമ്പാറ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പ്രധാനപ്പെട്ട 3 സെറ്റിംഗ്സ് ആണുള്ളത്. എങ്ങനെയാണ് ഇവിടത്തെയൊക്കെ പ്രൊസീജിയർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നമുക്ക് ഈ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ നമ്പർ നമുക്ക് കോൺടാക്ട് നമ്പർ കിട്ടും. കോഴിക്കോട് മെന്റൽ ഹെൽത്ത് സെന്ററിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴത്തെ എവിടെയെങ്കിലും കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം അവരെ കോൺടാക്ട് ചെയ്യുക, സംസാരിക്കുക. അതായത് നമ്മൾ PG കഴിഞ്ഞതാണ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതാണ്. ചില സ്ഥലങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞ ആ കുട്ടികളെ ഇന്റേൺഷിപ്പിന് എടുക്കില്ല. PG കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ PG ഫസ്റ്റ് ഇയർ ഒക്കെ ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഇന്റേൺഷിപ്പിന് എടുക്കുള്ളൂ. അത് ഓരോ സ്ഥലത്തെ റൂൾസ് റെഗുലേഷൻസിന് അനുസരിച്ചിട്ട് ഇരിക്കും. സോ നിങ്ങൾ ചോദിക്കുക, ഡീറ്റെയിൽസ് മൊത്തം ചോദിക്കുക. എത്ര എമൗണ്ട് ആണ് 1 മന്തിന്. ഇപ്പൊ കോഴിക്കോടൊക്കെ എന്ന് പറയുമ്പോൾ 1 മന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000, 2 മന്ത് എന്ന് പറഞ്ഞാൽ 10,000, 1 മന്ത് 15 ഡേയ്സ് പറഞ്ഞു കഴിഞ്ഞാലും എന്തായിരിക്കും 10,000 ആയിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, മാസത്തിന്റെ കണക്കുള്ളൂ, അതിന്റെ പകുതി വെച്ചിട്ട് കട്ട് ചെയ്യുന്ന പരിപാടിയില്ല. സോ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാം. അപ്പൊ എന്താ പറയാ, അവര് നമ്മളോട് പറയും കോളേജിൽ നിന്ന് ഒരു മെയിൽ അയക്കണം, അല്ലെങ്കിൽ HOD ഒരു മറ്റേ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ കോളേജിന്റെ ഇത് വെച്ചിട്ടുള്ള ലെറ്റർ പാഡിൽ നമ്മളൊരു മെയിൽ അയക്കണം എന്ന് പറയും. മെയിൽ അയക്കാം. മാക്സിമം 5 കുട്ടികളെയാണ് ഒന്നിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോളേജിൽ നിന്ന് ഇവർ സെലക്ട് ചെയ്യുള്ളൂ. ഒരുപാട് പേരെയാണ് ഒന്നിച്ചിട്ട് സെലക്ട് ചെയ്യില്ല. നിങ്ങൾ ഒരു ഇന്റേൺഷിപ്പ് കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഒരു 2ഓ 3ഓ അതിൽ കൂടാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അത്രയും കുട്ടികളായിട്ട് നിങ്ങൾ പോവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉടായ്പ് കളിക്കും, നമുക്ക് എക്സ്പോഷർ കിട്ടില്ല. കാരണം നമ്മൾ ഇന്റേൺഷിപ്പിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങളും നമുക്കിടയിൽ കയറി വരും. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളും 5 കുട്ടികളിൽ കൂടുതൽ ഇന്റേൺഷിപ്പിന് ആളുകളെ എടുക്കാത്തതിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത്. സോ മാക്സിമം ഒരു 3 അല്ലെങ്കിൽ ഒരു 5 അതിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കാൻ സാധ്യത കുറവാണ്. സോ അതുകൊണ്ട് കുറച്ച് കുട്ടികൾ, പിന്നെ മാത്രമല്ല അപ്പോൾ ഒരു ക്ലിനിക്കിലൊക്കെയാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ കേസുകൾ ഉണ്ടായിരിക്കും. പക്ഷെ കമ്പാരിറ്റീവ്ലി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് വെച്ച് നോക്കുമ്പോൾ കേസുകൾ കുറവായിരിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാവർക്കും കേസ് കേൾക്കാതിരിക്കാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്നില്ല. ഹിസ്റ്ററി എങ്ങനെ എടുക്കേണ്ടതെന്ന് പഠിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. തിയറി അല്ലല്ലോ, തിയറി ഒക്കെ നമ്മൾ ഈ 4-5 കൊല്ലം കൊണ്ട് പഠിച്ചെടുക്കുന്നത്. നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പോഷർ ആണ് വേണ്ടത്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇന്റേൺഷിപ്പിനൊക്കെ മെയിലാക്കി 2ഓ 3ഓ ആൾക്കാരൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ കുറച്ച് ആളുകളായിട്ട് പോകുമ്പോഴേ അത് വർത്ത് ആവുള്ളൂ. അത് എന്റെ എക്സ്പീരിയൻസ് ആണല്ലോ. എന്റെ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ 18 പേര് കൂടിയിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് ഒട്ടും എക്സ്പോഷർ കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമത് ഒറ്റയ്ക്ക് ചെയ്ത ഇന്റേൺഷിപ്പ് ആയിരുന്നു എനിക്ക് നല്ലത്. അത് ഞാൻ 4 മാസം ചെയ്ത് എനിക്ക് നല്ല എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ മെയിൽ അയക്കാം. പിന്നെ അവരതിന്റെ നമുക്ക് കൺഫർമേഷൻ ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അത്ര വലിയ പണിയുള്ളൂ. പിന്നെ നമ്മൾ പോകണം, അന്ന് ജോയിൻ ചെയ്യണം, അന്ന് ഫീ പേയ്മെന്റ് അടച്ച് ഒക്കെ സെറ്റാക്കുക എന്നുള്ള അത്ര ഇതായിരിക്കും. മിക്കവാറും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വൈറ്റ് കോട്ട് നിർബന്ധമായിരിക്കും എന്നുള്ള സാധനങ്ങളാണ്. പിന്നെന്താ, അത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട നമ്മൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളിൽ പറയാനുള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവായികയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഞാൻ ബാക്കി എന്താന്ന് വെച്ചാൽ കമന്റ് പറയും, അല്ലെങ്കിൽ അടുത്തൊരു കുഞ്ഞി ഷോർട്ട് വീഡിയോ ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.
ഒരിക്കൽ കൂടി ഇറ്റ്സ് മീ അർച്ചന വേണുഗോപാൽ, MSc സൈക്കോളജി സ്റ്റുഡന്റ്. ദിസ് ഈസ് ഷെയ്ഡ്സ് ഓഫ് മൈൻഡ്. ബൈ.